ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് LPUP പരീക്ഷയിൽ മുമ്പ് നടന്നിട്ടുള്ള സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു 89ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എക്സ്പ്ലനേഷൻ ഇല്ല, ക്വസ്റ്റ്യൻസ് മാത്രം, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ പഠനവൈകല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി അനോറക്സിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ഡി ഡിസ്കാൽക്കുലിയ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഏതാണ് പഠനവൈകല്യം എന്നൊക്കെ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് പഠന വൈകല്യമല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനമേത്? ഓപ്ഷൻ എ മാതൃക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, ഓപ്ഷൻ ബി വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യപ്പെടുന്നു, ഓപ്ഷൻ സി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ഓപ്ഷൻ ഡി അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അനുയോജ്യമായ സമീപനമാണ് ചോദിച്ചിട്ടുള്ളത്. അനുയോജ്യമായ സമീപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിയാഷെയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ അമൂർത്ത ചിന്തനം, ഓപ്ഷൻ ബി ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ സി പ്രാക് മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി മൂർത്ത ചിന്തന ഘട്ടം. ജീവനില്ലാത്തവർക്ക് ജീവനുള്ളതുപോലെ ഏത് ഘട്ടമാണ്? ഓപ്ഷൻ സി ആണ്, പ്രാക് മനോവ്യാപാര ഘട്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി പിയാഷെ, ഓപ്ഷൻ സി തോണ്ടൈക്ക്, ഓപ്ഷൻ ഡി കോഹ്ലർ. ആരാണ്? ഓപ്ഷൻ എ ആണ്, വൈഗോട്സ്കി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവ്രജന ചിന്തനം. ഓക്കെ, ഓപ്ഷൻ എ ട്രയാർക്കിക് തിയറി, ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം, ഓപ്ഷൻ സി ത്രിമുഖ സിദ്ധാന്തം, ഓപ്ഷൻ ഡി പ്രാഥമിക ബുദ്ധിക്ഷമത സിദ്ധാന്തം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ത്രിമുഖ സിദ്ധാന്തം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുമെന്നുള്ള സൂചനയാണ്? ഓപ്ഷൻ എ അഭിക്ഷമത, ഓപ്ഷൻ ബി താൽപര്യം, ഓപ്ഷൻ സി ഉപലബ്ധി, ഓപ്ഷൻ ഡി മനോഭാവം. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, അഭിക്ഷമത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കണം. ഓക്കെ, ഏതാണ്? കുട്ടിയെ പരിഹസിക്കുക. ഒരിക്കലും ചെയ്യാത്ത കാര്യമാണല്ലേ, കുട്ടിയെ പരിഹസിക്കുക. പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക. ഇത് വരില്ല. ധൈര്യവാനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിക്കുക. ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. എങ്കിൽ മാത്രമേ ആ ഭയം ഇല്ലാതാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രോയിഡിയൻ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പശ്ചാത്തഗമനമാണ്, ഓപ്ഷൻ ബി പ്രതിപൂർത്തിയാണ്, ഓപ്ഷൻ സി താദാത്മ്യീകരണമാണ്, ഓപ്ഷൻ ഡി ദമനമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദമനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിക്കാനുതകുന്നു?
ഓപ്ഷൻ എ പ്രകൃതിപരമായ ബുദ്ധി, ഓപ്ഷൻ ബി ഭാഷാപരമായ ബുദ്ധി, ഓപ്ഷൻ സി ഗണിതപരവും യുക്തിപരവുമായ ബുദ്ധി, ഓപ്ഷൻ ഡി ശാരീരിക ചലനപരമായ ബുദ്ധി. ഏതാണ് തരംതിരിക്കൽ? ഏതാണ്? എളുപ്പമാണല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. ഓക്കെ, നെക്സ്റ്റ്. ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ്. ശരീരദ്രവങ്ങളെ അടിസ്ഥാനമാക്കി ആരാണ്? ഓപ്ഷൻ എ ഹിപ്പോക്രാറ്റസ്, ഓപ്ഷൻ ബി ഷെൽഡൻ, ഓപ്ഷൻ സി ക്രഷ്മർ, ഓപ്ഷൻ ഡി സ്പ്രോങ്ങർ. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹിപ്പോക്രാറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? അഹിംസ, ശ്രീബുദ്ധനിലെ അഹിംസ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷകം, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകം, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകം, ഓപ്ഷൻ ഡി ഇതിനൊന്നും ഉദാഹരണമല്ല. ഏതാണ്? ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീടൊരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്നു മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപക ഉപയോഗപ്പെടുത്തിയത്? ഓപ്ഷൻ എ ദമനം, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി യുക്തീകരണം, ഓപ്ഷൻ ഡി ഉദാത്തീകരണം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഉദാത്തീകരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഓപ്ഷൻ എ ധനപ്രബലനമാണ്, ഓപ്ഷൻ ബി ശിക്ഷയാണ്, ഓപ്ഷൻ സി ഋണപ്രബലനമാണ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ധനപ്രബലനമാണ്. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ യൂങ്, ഓപ്ഷൻ ബി കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ഡി കാറ്റൽ. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കാൾ റോജേഴ്സ്. അഹവും ആദർശാത്മക അഹവും, സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത്. കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവരിൽ ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ DW ആൽപോർട്ട്, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി ജെറോം ബ്രൂണർ, ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ദൂര. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണല്ലേ, ജെറോം എസ് ബ്രൂണർ. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം, ഓപ്ഷൻ ബി സഹവർത്തിത പഠനം, ഓപ്ഷൻ സി സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. നെക്സ്റ്റ്. പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പരിക്രമീകൃത ബോധനം ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ സംബന്ധവാദം, ഓപ്ഷൻ ബി ഒപ്പറന്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി അനുബന്ധനം, ഓപ്ഷൻ ഡി സൂചനാ പഠനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഒപ്പറന്റ് കണ്ടീഷനിങ്. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്. ഉൾക്കാഴ്ച. ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ ബി സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ ബി ബിഹേവിയറിസം, ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് ബിഹേവിയറിസം. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് വരുന്നത്, PS ചോദിച്ചേക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് ഈ PYQ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം
ഓപ്ഷൻ എ തുല്യമായിരിക്കും, ഓപ്ഷൻ ബി കൂടുന്നു, ഓപ്ഷൻ സി കുറയുന്നു, ഓപ്ഷൻ ഡി ഒരു വ്യത്യാസവും വരുന്നില്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കുറയുന്നു. അതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, IQ = MA/CA × 100. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതകളല്ലാത്തത് ഏത്? ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത്, ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ എ ക്ഷണികത, ഓപ്ഷൻ ബി ചഞ്ചലത, ഓപ്ഷൻ സി തീവ്രത, ഓപ്ഷൻ ഡി സ്ഥിരത. അല്ലാത്ത ചോദിച്ചേക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ഥിരത. കുട്ടികളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ? എപ്പോഴും മാറി മാറി പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ സവിശേഷത അല്ലാത്തത് സ്ഥിരതയാണ്. അവരുടെ ക്യാരക്ടർ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി ലോറൻസ് കോൾബർഗ്, ഓപ്ഷൻ ഡി കാൾ യൂങ്. ആരാണ് സ്വത്വ സാക്ഷാത്കാരം? ആത്മസാക്ഷാത്കാരം ആരുടേതാണ്? എബ്രഹാം മാസ്ലോയുടേതാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇദ്. ഇദ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി നൈതിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ സി യാഥാർത്ഥ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത്. ഓക്കെ, യോജിക്കാൻ കഴിയാത്തത്. ഓപ്ഷൻ എ കുട്ടികൾക്ക് വസ്തുക്കൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. ആശയങ്ങൾ ശ്രേണീബദ്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. ഓപ്ഷൻ ഡി വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. നമ്മൾ എന്താണ് ചെയ്യുക? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അല്ലെങ്കിൽ കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. സാമൂഹിക പഠനം. ഓപ്ഷൻ എ E.L. തോണ്ടേക്ക്, ഓപ്ഷൻ ബി ലെവ് വൈഗോട്സ്കി, ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂര, ഓപ്ഷൻ ഡി B.F. സ്കിന്നർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത vs കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ കുട്ടിയുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ബി ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. ഓപ്ഷൻ സി കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം. ഓപ്ഷൻ ഡി ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ചോദ്യം എന്താണ്? എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത vs കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ്? ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ
നൽകണം. അത് യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. കുട്ടി തന്റെ മുന്നറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി സംസ്ഥാപനം, ഓപ്ഷൻ സി അനുരൂപീകരണം, ഓപ്ഷൻ ഡി സംയോജനം. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ് സ്വാംശീകരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും? ഓപ്ഷൻ എ കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന ക്ലാസ് നൽകും. കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും. ഏതാണ്? നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. നെക്സ്റ്റ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ലൂയി ടെർമാൻ, ഓപ്ഷൻ ബി ഹെൻറി ഗൊഡാർഡ്, ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ഗാൾട്ടൺ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നത്, കുട്ടികളുടെ അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകർ, കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ പീറ്റർ സലോവ, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ സി ഹോവാർഡ് ഗാർണർ, ഓപ്ഷൻ ഡി ജോൺ മേയർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹോവാർഡ് ഗാർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോടുകൂടിയതുമായിരിക്കണം. പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ? മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ യങ് പിയാഷെ, ഓപ്ഷൻ ബി ഹൈഡഗർ, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി വോൾഫ്. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നോം ചോംസ്കി ആണ്. ഓക്കെ. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക, ഓപ്ഷൻ ബി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, ഓപ്ഷൻ ഡി കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനുയോജ്യമല്ലാത്ത കൈത്താങ്ങ് ഏതാണ്?
അനുയോജ്യമല്ലാത്ത കൈത്താങ്ങ്. ഓപ്ഷൻ എ കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക. ഓപ്ഷൻ ബി സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഓപ്ഷൻ സി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക. ഓപ്ഷൻ ഡി കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ എ ലെവൈഗോട്സ്കി, ഓപ്ഷൻ ബി ജെറോമിയസ് ബ്രൂണർ, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി ബി എഫ് സ്കിന്നർ. കണ്ടില്ലേ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടോ. ചാക്രികാരോഹണ രീതി ആരുടേതാണ്? ജെറോമിയസ് ബ്രൂണറുടേതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത്. ഓപ്ഷൻ എ നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓപ്ഷൻ ബി ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. ഓപ്ഷൻ സി കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും. ഓപ്ഷൻ ഡി സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് എന്താണ്? ഓപ്ഷൻ എ ആണ്. നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. കുട്ടികൾക്ക് ശിക്ഷ നൽകുന്നത് ഒരിക്കലും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അതൊരിക്കലും വരാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ഹാൻസ് ഫോർട്ട, ഓപ്ഷൻ സി ഷാഫർ, ഓപ്ഷൻ ഡി വൈഗോട്സ്കി. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ ഡി വൈഗോട്സ്കി ആണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഇവരെ കുറിച്ചിട്ടുള്ളത്, 3 പേരെ കുറിച്ച്. ഓക്കെ, പിയാഷെയും വൈഗോട്സ്കിയും നോം ചോംസ്കിയും ഭാഷയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ്. സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം, പ്രൊജക്ഷൻ. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ പീഡന അനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക. ഓപ്ഷൻ ബി സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക. ഇവിടെ എന്താ? പ്രക്ഷേപണമാണ്. പ്രക്ഷേപണം അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം. ഓപ്ഷൻ ഡി കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് മറ്റുള്ളവരുടെ മുകളിലേക്ക് കൊണ്ട് ചെന്നിടുക. അപ്പം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകൾ ഉള്ളത്? ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ബി പഠനത്തിന്റെ വിലയിരുത്തൽ, ഓപ്ഷൻ സി വിലയിരുത്തൽ തന്നെ പഠനം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഏതുതരം വിലയിരുത്തലാണ് അതീത ചിന്തയ്ക്ക്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിലയിരുത്തൽ തന്നെ പഠനം. ഓക്കെ, നെക്സ്റ്റ്. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനമെന്ന് അനുമാനിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ചോദക പ്രതികരണം. ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ജെ.ബി. വാട്സൺ. ആരാണ്? ഓപ്ഷൻ ഡി ജെ.ബി. വാട്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജ്ഞാനനിർമ്മിതി മാതൃകയിൽ പഠനത്തിന് പ്രചോദനമാകുന്നത്? ഓപ്ഷൻ എ പ്രശംസ, ഓപ്ഷൻ ബി അംഗീകാരം, ഓപ്ഷൻ സി മാനസികമായ അസന്തുലിതാവസ്ഥ, ഓപ്ഷൻ ഡി സമ്മാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മാനസികമായ അസന്തുലിതാവസ്ഥ. ജ്ഞാനനിർമ്മിതി മാതൃകയിൽ പഠനത്തിന് പ്രചോദനമാകുന്നത്
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്നതായി കണ്ടാൽ അധ്യാപകന് ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാര മാർഗമാണ് ഓപ്ഷൻ എ സാമൂഹ്യ ആലേഖനം, ഓപ്ഷൻ ബി കേസ് സ്റ്റഡി, ഓപ്ഷൻ സി സാമൂഹ്യ മാനകം, ഓപ്ഷൻ ഡി സാമൂഹ്യ വിധി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, കേസ് സ്റ്റഡി. ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്നതായി കണ്ടാൽ അധ്യാപകന് ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാര മാർഗം. ഓക്കെ, ഏകവ്യക്തി പഠനം. നെക്സ്റ്റ്, ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ ഏതു തരത്തിലുള്ള ബുദ്ധിയാണ് സഹായകമാകുന്നത്? ഓപ്ഷൻ എ വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ബി ആന്തരിക വൈയക്തിക ബുദ്ധി, ഓപ്ഷൻ സി സ്ഥലപരമായ ബുദ്ധി, ഓപ്ഷൻ ഡി പ്രകൃതിപരമായ ബുദ്ധി. ഏതാണ്? എയോ ബിയോ ആണ് നമുക്ക് മനസ്സിൽ വരുന്നത് അല്ലേ? അപ്പൊ ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ ഏതാ വരുന്നത്? ഓപ്ഷൻ എ വ്യക്തിയാന്തര ബുദ്ധിയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കുട്ടി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഒരു കുട്ടി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ശ്രമപരാജയ സിദ്ധാന്തം, ഓപ്ഷൻ ബി അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ സി പ്രക്രിയാനുബന്ധ സിദ്ധാന്തം, ഓപ്ഷൻ ഡി അനുബന്ധന സിദ്ധാന്തം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ബി CM ഭാട്ടിയ, ഓപ്ഷൻ സി ഹവാർഡ് ഗാർണർ, ഓപ്ഷൻ ഡി യു. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ആൽഫ്രഡ് ബിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതുമായ മികച്ച പഠനം നടക്കുന്നത് മെച്ചപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങളിലൂടെ വസ്തുതകൾ പലതവണ ആവർത്തിക്കുമ്പോൾ ഒരു അനുഭവത്തിന്റെ ആവർത്തനം വഴി ഓരോ വസ്തുതകളും ഉറപ്പിച്ച ശേഷം അടുത്തതിലേക്ക് പോകുമ്പോൾ ആവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതുമായ മികച്ച പഠനം നടക്കുന്നത് എപ്പോഴാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, മെച്ചപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങളിലൂടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധ്യാപകൻ പരീക്ഷാ ഹാളിൽ നിന്ന് മാറുമ്പോൾ ചില കുട്ടികൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അധ്യാപകന്റെ അസാന്നിധ്യത്തിലും മറ്റൊരു വിഭാഗം അതിനു ശ്രമിക്കാതെ അച്ചടക്കത്തോടെ പരീക്ഷ എഴുതുന്നു. ഈ രണ്ടാം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ ഏതു ഘടകമാണ്? ഓപ്ഷൻ എ ഇത്, ഓപ്ഷൻ ബി ഈഗോ, ഓപ്ഷൻ സി സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി ലിബിഡോ. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, സൂപ്പർ ഈഗോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ തോണ്ടേക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളതാണ്? ഓപ്ഷൻ എ പരിപൂർത്തി നിയമം, ഓപ്ഷൻ ബി ഫലനിയമം, ഓപ്ഷൻ സി സാമീപ്യ നിയമം, ഓപ്ഷൻ ഡി തുടർച്ചാ നിയമം. താഴെ കൊടുത്തിട്ടുള്ളതിൽ തോണ്ടേക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ഫലനിയമം. ഓക്കെ, നെക്സ്റ്റ്. പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണ്യങ്ങളാണ്? ഓപ്ഷൻ എ അനുകൂലനങ്ങൾ, ഓപ്ഷൻ ബി സ്കീമ, ഓപ്ഷൻ സി പ്രബലനങ്ങൾ, ഓപ്ഷൻ ഡി ചോദകങ്ങൾ. പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി സ്കീമയാണ്. ഓക്കെ, നെക്സ്റ്റ്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ എ കൊമിനിയസ്, ഓപ്ഷൻ ബി ജോൺ ഡൂയി, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി ഗാന്ധിജി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി റൂസോ. താഴെ കൊടുത്തതിൽ പൗലോ ഫ്രയർ വിദ്യാഭ്യാസ ചിന്ത ഏതാണ്? ഓപ്ഷൻ എ അറിവുകൾ മനുഷ്യനിൽ അന്തർലീനമാണ്,
ഓപ്ഷൻ ബി നല്ല മനുഷ്യന്റെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നു. ഓപ്ഷൻ സി സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് 1968 നടപ്പിലാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ, ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ സി സെക്കൻഡറി കമ്മീഷൻ, ഓപ്ഷൻ ഡി ഹണ്ടർ കമ്മീഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ. പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഓപ്ഷൻ എ SCERT, ഓപ്ഷൻ ബി ഡയറ്റ്, ഓപ്ഷൻ സി NCERT, ഓപ്ഷൻ ഡി SSA. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡയറ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതു വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ NIEPA, ഓപ്ഷൻ ബി NCERT, ഓപ്ഷൻ സി SIEMAT, ഓപ്ഷൻ ഡി MHRD. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിക്കായി സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ജില്ലകളിലൊന്ന്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കോഴിക്കോട്. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിക്കായി സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, വയനാട്. ഓക്കെ, നെക്സ്റ്റ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ CWSN വിദ്യാഭ്യാസം നേടേണ്ടത്. ഓപ്ഷൻ എ സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെ, ഓപ്ഷൻ ബി സ്പെഷ്യൽ സ്കൂളിൽ, ഓപ്ഷൻ സി മാതാപിതാക്കളുടെ സഹായത്താൽ, ഓപ്ഷൻ ഡി പ്രത്യേക ക്ലാസ്സിലിരുന്ന്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെയാണ്. എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളും അവരുടെ കൂടെ വേണമായിരുന്നു CWSനും പഠിക്കാൻ. ഓക്കെ, അവർക്ക് പ്രത്യേകിച്ചൊരു സ്കൂളിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്. വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത്. ഓപ്ഷൻ എ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓപ്ഷൻ സി 5 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് ഓപ്ഷൻ എ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി. ഓപ്ഷൻ ബി മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ സി വിദ്യാലയ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി. ഓപ്ഷൻ ഡി പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക, ഓപ്ഷൻ ഡി ആണ്, പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പാഠ്യപദ്ധതി. കേരള വിദ്യാഭ്യാസ നയം, കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് KER നിലവിൽ വന്ന വർഷം എന്നാണ്? 1947, 1950, 1959, 1948 എന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 1959. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 60 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഉപയോഗപ്പെടുത്തുക. ക്വസ്റ്റ്യൻസ് നോക്കുക, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നിങ്ങൾക്ക് പോയി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.